എന്താ വാതിർക്ക ഒരൊറ്റ നിൽപ്പ്? മുഖം കണ്ടിട്ട് റേഷൻ കടയിൽ മണ്ണെണ്ണ കിട്ടാത്ത പാവാണല്ലോ. മണ്ണെണ്ണല്ലട മാമുനി കുട്ടി. ഞാൻ ഇന്നലെ നമ്മുടെ അവിടുത്തെ ബാങ്കിൽ പോയതാ. അവിടുത്തെ ജീവനക്കാരുടെ മെല്ലപ്പോക്ക് കണ്ടിട്ട് എനിക്ക് സന്യാസം എടുക്കാൻ തോന്നിപ്പോയി. ബാങ്കിലോ? ആതർക്കാക്ക് അവിടെ എന്ത് കാര്യം? അക്കൗണ്ടിൽ ഒരു 5 രൂപ എടുക്കാനുണ്ടാവോ? എടാ, ഞാനൊരു 10,000 രൂപ ലോൺ എടുക്കാൻ പോയതാ. 10 മണിക്ക് ചെന്ന എന്നോട് അവിടുത്തെ മാനേജർ പറഞ്ഞു, ഹേ ഖാദർ, നേരെ 1 നമ്പർ കൗണ്ടറിലേക്ക് പോയിക്കോ. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ സീറ്റിലിരിക്കുന്ന പറയാണ്, ഇത് 2ാം കൗണ്ടറിലാണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ഖാദർക്ക് 2ൽ പോയോ? പോയി. 2ൽ ചെന്നപ്പോൾ അവൻ പറയാണ്, ഇതിന് 3ാം കൗണ്ടറിലെ ചേച്ചിയുടെ ഒപ്പ് വേണോ? 3ൽ ചെന്നപ്പോൾ ആ ചേച്ചി പറയാണ്, 1ാം കൗണ്ടറിലെ ഫയൽ വരെ അത് ഒപ്പിടൂലാണ്. എന്നെ കൊണ്ട് അവർ ബാങ്കിന്റെ ഉള്ളിൽ സുന്ദരിക്ക് പൊട്ടുകുത്തി കളിപ്പിച്ചു കളഞ്ഞു. ഒടുവിൽ ഞാൻ 9ാം കൗണ്ടറിലെത്തിയപ്പോഴാണ് ക്ലൈമാക്സ്. അവിടുത്തെ സാർ എന്ത് പറഞ്ഞു അതെടുക്ക? അവൻ ഫോണെടുത്ത് നോക്കിയിട്ട് പറയാണ്, ഉച്ചക്ക് 1 മണിയായിരുന്നു, ഇനി ലഞ്ച് ബ്രേക്കാണ്, 3 മണിക്ക് വരാന്. 1 മണിക്ക് തുടങ്ങിയ ലഞ്ച് തീരുന്നത് 3 മണിക്ക്. അവർ തിന്നുന്നത് ബിരിയാണിയാണോ അതവല്ല തിമ്മിങ്ങടത്തിയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടുത്തെ സാർമാർക്ക് ചോറ് തിന്നാനൊരു പ്രത്യേക സ്പീഡുണ്ട് വാർക്ക. പക്ഷെ കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ തൊടുമ്പോൾ ICU കിടക്കുന്ന രോഗിയെ പോലെയാ. എന്നിട്ട് ആ ലോൺ കിട്ടിയോ? എവിടുന്ന്? അവർ ഒപ്പിടാനുള്ള ഫോമിന്റെ വലിപ്പം കണ്ടായിരുന്നോ നീ? ഭാരത സർക്കാരിന്റെ ബഡ്ജറ്റ് പുസ്തകം പോലിരിക്കുന്നു. അതിലെഴുതി വെച്ചിരിക്കുകയാണ്, ലോണ് തിരിച്ചടിച്ചില്ലെങ്കിൽ ആധാർക്കാരി കാശണ്ടി തല ബാങ്ക് ജപ്തി ചെയ്യുന്നു. ജപ്തി ചെയ്താലും അവർക്ക് ലാഭമില്ല കാതർക്ക. ഇതിൽ ആകെ 2 മുടിയല്ലേ ഉള്ളൂ. അല്ല, എന്നിട്ട് കാതർക്ക് ഒപ്പിട്ടാ? ഞാൻ ഒപ്പിടാൻ പേനെടുത്തപ്പോഴാണ് അടുത്ത വരിയിട. അവിടുത്തെ ക്യാഷർ എന്ന് പറയുകയാണ്, ഹേയ് ഖാദർ, നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല, അതുകൊണ്ട് 500 രൂപ പെനാൽറ്റി. എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതിന് ഞാൻ എന്തിനാണ് അവർക്ക് പിഴ കൊടുക്കുന്നത്? ഇല്ലാത്ത പൈസക്ക് അവർ ടാക്സ് അടപ്പിക്കുന്നു. അതൊക്കെ ബാങ്കിന്റെ പുതിയ ഓഫറാണ് കാർക്ക. നിങ്ങളുടെ പക്കൽ പണമില്ലേ എങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പണം തന്നു സഹായിക്കുമെന്ന്. എന്നിട്ട് കാതർക്ക് പൈസ കൊടുക്കേണ്ടി വന്നു. ലോൺ കിട്ടിയ 10,000-ൽ നിന്ന് അവർ 500 രൂപ മിനിമം ബാലൻസ് കുറച്ചു. 300 രൂപ ഫോം തന്നതിന് കുറച്ചു. 200 രൂപ അവർക്ക് ചായ കുടിക്കാൻ വേണ്ടി കുറച്ചു. ഒടുവിൽ എന്റെ കയ്യിൽ കിട്ടിയത് വെറും 100 രൂപയുടെ നോട്ട്. അപ്പോ 10,000 രൂപ ലോൺ എടുക്കാൻ പോയ കാതർക്കാക്ക് ഒരു ചായ കുടിക്കാനുള്ള പൈസ മാത്രമാണല്ലേ കയ്യിൽ കിട്ടിയത്. ബാങ്കുകാർ കാതർക്കയെ അക്ഷരാർത്ഥത്തിൽ പിച്ചക്കാരനാക്കി വിട്ടു. എടാ മാമുനി കുട്ടി, നീ എന്നെ കളിയാക്കുകയാണോ? ഞാൻ ആ 100 രൂപ എടുത്ത് അവിടുത്തെ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തു പോന്നു. അതെന്തിനാ കാതർക്ക? ആ ബാങ്കിൽ കയറിയതിൽ എനിക്ക് എന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു. അത് കണ്ടുപിടിച്ചു തന്നതിന് അദ്ദേഹത്തിന് കൊടുത്ത ടിപ്പാണത്. ഇനി ഒരു തവണ ഞാൻ ആ വഴിക്ക് പോയില്ല. പോണ്ട കാതർക്ക. അടുത്ത തവണ പോയാലേ അവർ കാതർക്കാടെ ലുങ്കി വരെ പണയം വെക്കാൻ പറയും. വേഗം സ്ഥലം വിട്ടു.